ജോൺ ബ്രിട്ടാസ് എന്ത് സുന്ദരമായിട്ടാണ് പാർലമെന്റിൽ എന്താണ് സിസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് ഓരോ പാർലമെന്ററിന്റെ പേര് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾ പഠിച്ചത് ഗവൺമെന്റ് സ്കൂളില്, എന്നിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിയായോ, നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു അല്ലേ എന്ന് ജോൺ ബ്രിട്ടാസ് മനോഹരമായിട്ട് പറയുന്നുണ്ട്. സ്വന്തം സഹോദരനെ പോലെ ചേർത്ത് പിടിക്കുന്ന റോജി എം ജോണിനെ ഛത്തീസ്ഗഡിന്റെ ജയിലിന്റെ മുമ്പിൽ നമ്മൾ കണ്ടു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ എല്ലാ പാർട്ടിക്കാരും മതമെന്നോ ജാതിയെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ വ്യത്യാസമില്ലാതെ രണ്ട് സിസ്റ്റേഴ്സിന് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അണിനിരന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല സാധാരണ. അണിനിരന്നിട്ടുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട ഏറ്റവും സുന്ദരമായ ഒരു കാഴ്ചയാണ്. 3, 4, 5 ദിവസങ്ങളിൽ പ്രൈം ടൈം ചർച്ചകളിൽ ഈ ദിവസം കത്തിച്ചു നിർത്താനായിട്ട്, ഈ വിഷയം കത്തിച്ചു നിർത്താനായിട്ട് എല്ലാ ചാനലുകളും മത്സരിച്ചെങ്കിൽ സ്നേഹമുള്ളവരെ, രാഷ്ട്രീയ മുതലെടുപ്പ് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എവിടെയൊക്കെ നന്മയുണ്ട്, എവിടെയൊക്കെ സ്നേഹമുണ്ട്, എവിടെയൊക്കെ നീതി പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല കേരള സമൂഹം ഇന്നും ബാക്കിയുണ്ട് എന്നൊരു നല്ല ചേതോഹരമായ കാഴ്ചയാണ് എനിക്കിപ്പോഴും മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. ഈ ചേതോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം ഞാൻ കണ്ട മറ്റു ചില കാഴ്ചകളും കൂടി പങ്കുവെച്ചിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനു മുമ്പ് കുറച്ച് വാക്കുകൾ മാത്രം നിങ്ങളോട് പറയാം. ആ വാക്ക് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടാകുന്ന വികാരം എന്താണ്? അത് ചിരിയാണോ, കരച്ചിലാണോ, വിഷമമാണോ എന്ന് എനിക്കറിയില്ല. ഏതാനും കുറച്ച് വാക്കുകൾ ഞാൻ തിരക്കി തരാം. ആ വാക്കുകൾ കേൾക്കുമ്പോൾ എന്ത് മനസ്സിലേക്ക് വരുന്നു നിങ്ങൾ ചിന്തിച്ചാൽ മതി. വാക്ക് നമ്പർ 1 കേക്ക്, നമ്പർ 2 സ്വർണ്ണ കിരീടം, 3 കുരുത്തോല വാഴക്കുല, 4 തൃശൂർ. ഒരു പേര് സുരേഷ് ഗോപി. ഈ വാക്കുകൾ മാത്രം മതി. ഇന്ന് നിങ്ങൾക്ക് ചിരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൈയടിക്കുന്നുണ്ടെങ്കിൽ, ഈ വാക്കുകളുടെ പിന്നിലുള്ള കള്ളത്തരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ബോധമായ ഒരു കേരള സമൂഹം ഇവിടെയുണ്ട്. അതിനിയും ബാക്കിയുണ്ടെന്നുള്ളതാണ് ഏക പ്രതീക്ഷ സ്നേഹമുള്ളവരെ.